പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് അകത്തുള്ള കേജ്രിവാളെന്ന് ഇപ്പോൾ മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അകത്തുള്ള കേജ്രിവാൾ പുറത്തുള്ള കേജ്രിവാളിനേക്കാളും വളരെ അപകടകാരിയാണ്. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 4 ദിവസം കൂടി ജയിലിൽ തുടരും. ഏപ്രിൽ 1 വരെയാണ് കേജ്രിവാളിൻ്റെ കസ്റ്റഡി നീക്കിയത്. തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ED പ്രവർത്തിക്കുന്നതെന്ന് കേജ്രിവാൾ കോടതിയിൽ വാദിച്ചെങ്കിലും ഇടപെടാൻ കോടതി തയ്യാറായില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഏപ്രിലിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഡൽഹി കോടതി നോട്ടീസ് നൽകി. ഇതുകൂടാതെ കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജി കോടതി തള്ളി. കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണ് ആവശ്യമെന്ന് ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ വിലയിരുത്തി. കോടതിയിൽ കേജ്രിവാൾ തന്നെയാണ് തനിക്ക് വേണ്ടി വാദം ഉന്നയിച്ചത്. തന്നെയും പാർട്ടിയും തകർക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ED പറയുന്ന 100 കോടി ഒരിടത്തു നിന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നും രാജ്യത്തെ ഒരു കോടതിയും താൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും കേജ്രിവാൾ വാദിച്ചു. മാത്രമല്ല, ജയിലിൽ കിടന്നുകൊണ്ട് കേജ്രിവാൾ ഭരണം നിയന്ത്രിക്കുന്നു. അതാണ് മോദിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. 1, ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നിയന്ത്രിക്കുക. 2, ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കി നിർത്തുക. ഏറ്റവും ഒടുവിൽ കേജ്രിവാൾ ആരോഗ്യമേഖലയിലെ സുപ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ ജയിലിൽ കിടന്നുകൊണ്ട് പൂർത്തിയാക്കി. അത് വലിയ തിരിച്ചടിയായി മാറി മോദിക്ക്. ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന കേജ്രിവാളിന് വലിയൊരു രക്തസാക്ഷി പരിവേഷം ലഭിച്ചിരിക്കുന്നു. കേജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു മോദിക്ക്. ആ തിരിച്ചടിയിൽ നിന്ന് മോദിക്ക് രക്ഷ കിട്ടണമെങ്കിൽ വലിയ പാടാണ് ഇപ്പോൾ. രാജ്യമെമ്പാടും കേജ്രിവാളിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച. BJP സംഘപരിവാർ പ്രവർത്തകർ ഒഴികെ എല്ലാവരും കേജ്രിവാളിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച. ഇതാണ് മോദിയെ വിഷമിപ്പിക്കുന്നതും മോദിക്ക് തിരിച്ചടിയായി മാറുന്നതും. മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു EDയെ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഒരു കാലത്ത് മോദിയോട് മൃദു സമീപനം കാണിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. പിന്നീട് മോദിയുടെ മുഖ്യ ശത്രുവായി അരവിന്ദ് കെജ്രിവാൾ മാറുകയായിരുന്നു. മോദിയുടെ മുഖ്യ ശത്രുവായി മാറിയ കേജ്രിവാളിനെ ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള മോദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് കുടുക്കി എന്നതാണ് ആം ആദ്മി പാർട്ടിക്കാരുടെ വാദം. ആ വാദം ഇന്ത്യ എമ്പാടും അംഗീകരിച്ചിരിക്കുന്നു. ആ വാദം ഇന്ത്യ എമ്പാടും അംഗീകരിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രക്തസാക്ഷി പരിവേഷത്തിൽ തിളങ്ങി നിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി.